നേരം ഇരുട്ടി വരുന്നു, സന്ധ്യയാവുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാണെന്ന് അറിയാമോ? ഈ സമയമാണ്, സന്ധ്യ. എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് സന്ധ്യ എന്ന് പറയുമ്പോൾ. എന്തോ ഒരു വല്ലാത്തൊരു പ്രാർത്ഥിക്കാൻ പറ്റുന്ന, ഞാനൊരു ദൈവവിശ്വാസിയാണല്ലോ, പ്രാർത്ഥിക്കാൻ പറ്റുന്ന എന്താണ് ഭയ നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് സന്ധ്യാസമയം. ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഇല്ലേ? അപ്പോൾ എനിക്ക് ഈ സമയം ഭയങ്കര ഇഷ്ടമാണ്. ഞാനന്ന് പുറത്തിറങ്ങി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാനേ പറ്റിയിട്ടില്ല. ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ചെടികളുണ്ട്. എന്തൊക്കെയോ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. എന്നെ കാണിക്കുമ്പോഴേ ഒരു മങ്ങലുണ്ടോ? ഉണ്ടല്ലേ? അങ്ങനെ ഈ മുറ്റത്ത് വന്ന് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഫോണിൽ തന്നെ ഒരു മങ്ങൽ എനിക്ക് അടിക്കുന്നുണ്ടല്ലേ. ഞാൻ അങ്ങ് അപ്പുറത്തോട്ട് ഇറങ്ങി മാറിയിരുന്ന് നോക്കാം. ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പുറത്ത് പോയി ഒന്ന് വീഡിയോ എടുത്താൽ വിചാരിച്ചു. പുറമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം എൻ്റെ അസ്വാതന്ത്ര്യം എന്താണെന്ന്, നിങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യം എന്താണെന്ന്. ഞാൻ ഒന്ന് മാറിയിരുന്ന് നോക്കട്ടെ. ഈ ഫോണിൻ്റെ നിഴലടിക്കാത്ത ഒരിടത്തേക്ക് എവിടെ ഇരുന്നാലും ഉണ്ടത്. അപ്പോൾ നിങ്ങളിന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ വലിയ തയ്യാറെടുപ്പുകളൊന്നുമില്ല പറയുന്നതിന്. എൻ്റെ ഈ ക്യാമറയുടെ കുറവുകളെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എനിക്കിന്ന് ഇങ്ങനെ പറയണമെന്ന് തോന്നി. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകുന്ന സമയമാണ് സന്ധ്യാസമയം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് നെഗറ്റീവായ കാര്യമാണ്. എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫേസ്ബുക്കൊക്കെ എടുക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ഒന്ന് ചരിച്ചു പിടിക്കാം. ഫേസ്ബുക്കൊക്കെ എടുക്കുമ്പം അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ കാണുന്നത് നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തി, നിമിഷപ്രിയയെ ഇന്ന് കാണും, അല്ലെങ്കിൽ ന്യൂസ് നോക്കുമ്പോഴൊക്കെ നമ്മളതാണ് കാണുന്നത് അല്ലേ. പക്ഷേ തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും. നിമിഷപ്രിയ ചെയ്തത് എന്താണ് എന്ന് പറയുന്നവരുണ്ടാവും, വിമർശനം ഉണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. ഇപ്പം നമ്മൾ കണ്ടതാണ് മലയാളികൾ എല്ലാവരും കൂടി ഒരുമിച്ച്, മലയാളികൾ മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് നമ്മളൊരു സഹോദരനെ രക്ഷിച്ചത് അല്ലേ. അപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല മങ്ങലുണ്ട്. ഞാനങ്ങ് ലൈറ്റുള്ള സ്ഥലത്തോട്ട് പോയിട്ട് ബാക്കി പറയാവേ. സത്യം പറഞ്ഞാൽ ക്ലിയർ ഇല്ല അല്ലേ, ക്ഷമിക്കണം കേട്ടോ. ഞാനിപ്പോൾ വന്ന് അകത്തോട്ട് വന്നതാണ്. എനിക്ക് ആ പുറത്തെ മൂടിലിരുന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിമിഷപ്രിയയുടെ കാര്യം പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. എൻ്റെ അസ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറ്റാതെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന, അവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടി വരുന്ന, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുന്ന എൻ്റെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഞാനൊക്കെ തീപ്പൊരി പെണ്ണാണ്, വീൽ ചെയർ ഇരിക്കുന്ന തീപ്പൊരിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷേ നമ്മളും ഇതുപോലുള്ള വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ പോസിറ്റീവാണെന്നൊക്കെ പറയുന്നവരോട് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയവും നിങ്ങളും എന്നൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് തുടരാം. ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തി. ഈ നിമിഷപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും അറിയണം. നിമിഷപ്രിയ എന്ന പെൺകുട്ടി, പാലക്കാടുള്ള ഒരു പെൺകുട്ടി നഴ്സിംഗൊക്കെ പഠിച്ച് ഹസ്ബൻഡും അവരും കൂടെ യമൻ എന്ന് പറയുന്ന നാട്ടിലെത്തി. അവിടെ ഇങ്ങനെ ജോലി ചെയ്തു വരവേ അവിടെ ഒരു യമൻ പൗരനുമായിട്ട് പരിചയത്തിലാവുകയും, ഞാനൊരു ചെറിയ വിവരണമാണ് തരുന്നത്, അതിൻ്റെ വിശദാംശങ്ങളോട്ടൊന്നും കിടക്കുന്നില്ല. പരിചയത്തിലാവുകയും അവർ രണ്ടുപേരും കൂടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമെന്ന് പറയുകയും ചെയ്തത്രേ. അങ്ങനെ അവർ നിമിഷപ്രിയയ്ക്ക് ഒരു മകളുണ്ട്. ഹസ്ബൻഡും നിമിഷപ്രിയയും മകളും കൂടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അവിടെ വീട്ടിൽ വന്ന് മകളെയും ഭർത്താവും നാട്ടിൽ നിന്നിട്ട് നിമിഷപ്രിയ തിരിച്ച് കയറി പോകുന്നു. എന്തുകൊണ്ടാണെന്നോ എന്നും നമുക്കറിയില്ല, അവർ തിരിച്ച് കയറി പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിമിഷപ്രിയ അവിടെ എത്തിയതിന് ശേഷം നിമിഷപ്രിയയും പുള്ളിക്കാരനും കൂടെ, യമൻ പൗരനും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ബിസിനസ് കൊണ്ടുപോവുകയും പോകെ യമൻ പൗരൻ നിമിഷപ്രിയയെ ചതിക്കുക എന്നാണ് അവന് പറയാനുള്ളത്. തൻ്റെ ഭാര്യയാണെന്നും എല്ലാവരോടും പറയുകയും അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോവുകയും അങ്ങനെ നിമിഷപ്രിയയെ നിർബന്ധിച്ച് വിവാഹം കഴിക്കുകയും അവിടെ നിമിഷപ്രിയയെ നന്നായിട്ട് ഉപദ്രവിക്കുകയും ശാരീരികമായും മാനസികമായും തകർക്കുകയൊക്കെ ചെയ്തെന്നും നമുക്കറിയില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചെയ്തെന്നും അങ്ങനെ നിമിഷപ്രിയയും യമൻ പൗരനുമായിട്ട് ഒത്തുചേരാൻ കഴിഞ്ഞില്ല എന്നും
ഒരു ദിവസം എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയും ഒരു ദിവസം മയക്കുമരുന്ന് കുത്തിവെച്ച് പിന്നെ യമൻ പൗരൻ മരിച്ചു. അതിനുശേഷവും യമൻ പൗരനെ കാണാനില്ല. പിന്നെ ഈ നിമിഷപ്രിയ വേറൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഇതുപോലെ നിമിഷപ്രിയയാണ് തെറ്റുകാരി എന്നറിയുകയും നിമിഷപ്രിയ ജയിലിലാവുകയും ചെയ്തു. അങ്ങനെ അതാണ് ഇങ്ങനെയുള്ളൊരു കഥയാണ്. യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ കഥ ഒരുപാട് കാണും. അപ്പം മനസ്സിലാവും. അപ്പോൾ പിന്നെ ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം. അങ്ങനെ ഈ നിമിഷപ്രിയ അവിടെ ജയിലിലായി 12 വർഷമായി ജയിലിലാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അമ്മ ഇവിടെ നിന്ന് പോയേക്കുന്നത് എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നലെ അമ്മ അവിടെ മിനിഞ്ഞാന്നങ്ങാണ്ട് ഇരുത്തി. ഇന്നലെ നിമിഷപ്രിയയെ കണ്ടു. ആ അമ്മയുടെ ഒരു വിഷമം കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരമ്മയ്ക്ക് മക്കളെത്ര തെറ്റ് ചെയ്താലും അവർക്ക് പിന്നെയും കാണുമെന്ന് തോന്നുമെന്നാണ് പറയുന്നത്. പലരും പറയാറുണ്ട് അമ്മയല്ലാത്തവർ മനുഷ്യരല്ല, അവരമ്മയല്ലല്ലോ, അവർക്ക് ആ വികാരം അറിയില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. മനുഷ്യ വ്യക്തികൾക്കുണ്ടാകുന്നതൊരിതാണ് സ്നേഹം എന്നുള്ളതാണ്. ഈ എല്ലാ അമ്മമാരും മക്കളും ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കുന്നവരായിരിക്കില്ല. അമ്മമാരെ മക്കളെ ഒരുപാട് ദ്രോഹിക്കുന്നവരുണ്ടാവും, ദ്രോഹിക്കുന്നവരുണ്ടാവും. അവർ പറയാത്ത കാര്യങ്ങൾ പറയുന്നതും ഉണ്ടാവും. തിരിച്ച് മക്കൾ അമ്മയെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ അമ്മയെ ഇല്ലാത്തത് പറയുന്നതും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യ വ്യക്തിക്ക് എൻ്റെ അഭിപ്രായമാണ് പിന്നെ തോന്നുന്ന വിഷമം തൻ്റെ മകളെ അല്ലെങ്കിൽ തന്നിൽ നിന്നുണ്ടായ ഒരാളിനെ നഷ്ടപ്പെടും എന്നൊരു ഇതിൽ അവർ കാല് പിടിക്കുകയാണ് സമൂഹത്തോട്. അപ്പോൾ ഇനി യമൻ പൗരൻ്റെ ബന്ധുക്കളെ കാണണം. അവർ മാപ്പ് കൊടുത്താൽ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാവുള്ളൂ. അങ്ങനെ നിമിഷപ്രിയയുടെ മോചനം നടക്കുള്ളൂ. അതാണ് ആ കഥയല്ല, അതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ശരി തെറ്റുകളൊന്നും നമ്മളല്ല പറയാനുള്ളത്, ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കുന്നവരാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നിന്ന് ഒരു സഹോദരൻ്റെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അത് നിസ്സഹായനായ ഒരു മനുഷ്യൻ ഇതുപോലെയല്ല വേറൊരു രീതിയിൽ ഒരു മരണം സംഭവിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയും പുള്ളിക്കാരനെ ഇതേമാതിരി രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. അത് ആ സൗദി പൗരൻ്റെ വീട്ടുകാർ ക്ഷമിച്ചത് കൊണ്ടാണ്. അവരുടെ രക്തബന്ധുക്കൾ ക്ഷമിച്ചാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് തോന്നി ഏതൊരു സിനിമ ഉണ്ടല്ലോ, കമലിൻ്റെ, ദിലീപും കാവ്യമാധവനും മീര ജാസ്മിനും ഒക്കെയുള്ള സിനിമയുടെ പേര് ഓർമ്മ, ഭയങ്കര സൂപ്പർ പാട്ടുകളൊക്കെ ഉള്ള ഒരു സിനിമയുണ്ട്, കമലിൻ്റെ സിനിമയാണ്, മറന്നു. ആ സിനിമയിൽ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ കഥയാണ്, ഇങ്ങനെ എന്തൊക്കെയോ ഉള്ളൊരു കഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് മോചനം ഉണ്ടാവട്ടെ, നിമിഷപ്രിയയുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ മോചനം ഉണ്ടാവട്ടെ. ഇനി യമൻ പൗരൻ്റെ ഭാഗത്താണ് നീതിയെങ്കിൽ നമ്മൾ വിധിക്കാൻ ആരുമല്ല, മനുഷ്യരെയൊന്നും ആരുമല്ല, സത്യമായിട്ട് നമ്മളൊന്നും ആരുമല്ല, നമ്മളെല്ലാം തെറ്റുകാരാണ്. അപ്പോൾ എനിക്ക് ശത്രുക്കളൊന്നുമില്ല, എനിക്ക് ആരോടും ശത്രുതയൊന്നുമില്ല. ഞാൻ മിണ്ടാതിരിക്കുന്ന ഒരു 3-4 ബന്ധുക്കളേ ഉള്ളൂ, ബന്ധുക്കളാണ്, അവരോടൊന്നും എനിക്ക് ശത്രുതയൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും നമ്മളോട് ശത്രുതയുണ്ടെങ്കിൽ, എന്നോട് ശത്രുതയുണ്ടെങ്കിൽ എനിക്കവരോടൊന്നും ശത്രുതയൊന്നുമില്ല. ഇതിപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നു, നമ്മൾ തിരിച്ച് പറയുന്നു, അപ്പോൾ അത് അവിടെ തീരുന്നു. പിന്നെ നമ്മൾ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ മിണ്ടാൻ താല്പര്യപ്പെടുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം സ്നേഹം ഉണ്ടാവണമല്ലോ. സ്നേഹം ഉണ്ടെങ്കിൽ പരസ്പരം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയത്തില്ല, ഇല്ലേ, അപവാദങ്ങൾ പറയത്തില്ല, ഇല്ലാത്തത് പറയില്ല. സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ ആര് പിരിഞ്ഞു പോയാലും എനിക്കതിൽ സ്നേഹമുള്ള ഒരാളുണ്ടായിരുന്നു, ആ ആൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ അങ്ങനെ തോന്നുള്ളൂ. അങ്ങനെ ആയാലും നമുക്ക് ആരെയും വിധിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഭാഗത്ത് ശരിയുണ്ടാവും, അവർ നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടാവും, അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റായിരിക്കും. അപ്പോൾ ഞാൻ പഠിച്ചിട്ടിരിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടാൽ മതി അതിനെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ന്യായമായത് നടക്കട്ടെ, നീതി നിറവേറട്ടെ, നിമിഷപ്രിയയുടെ കാര്യത്തിലാണെങ്കിലും എല്ലായിടത്തും. അപ്പോൾ നാളെ വോട്ടാണ്, ഇലക്ഷനാണ്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. വോട്ടിന് ഞാൻ പോകത്തില്ല, എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അസ്വാതന്ത്ര്യങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് തനിയെ ഒക്കെ പോകാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യമാണ് ഇലക്ഷൻ. എനിക്ക് സ്വാതന്ത്ര്യമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്, ഒരു വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, അപ്പോഴും സങ്കടം വരും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതൊരു വിഷമം നല്ലതുപോലെ ഉണ്ട്. വയ്യായികയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അസ്വാതന്ത്ര്യങ്ങളില്ലാത്ത മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത് തന്നെയാണ് വലിയ കാര്യം.
സമാധാനത്തോടു കൂടി മനുഷ്യന്മാരിരിക്കട്ടെ. നിമിഷപ്രിയയ്ക്ക് ന്യായമുണ്ടെങ്കിൽ നീതി കിട്ടട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളെ മറ്റന്നാൾ കഴിയും. കാരണം ഫേസ്ബുക്കിൽ ഒരു മത്സരം നടത്തുകയാണ്. അത് കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്യാതെ ഞാനിപ്പോൾ ഇനി അടുത്തത് അപ്ലോഡ് ചെയ്യൂല വീഡിയോ. അപ്പോൾ ഫേസ്ബുക്കിലെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ താമസിക്കും. ഇലക്ഷനൊക്കെ കഴിയും. പിന്നെ നമ്മൾ ഇലക്ഷൻ വെയിറ്റ് ചെയ്യായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. സന്ധ്യയുടെ സുന്ദര നിമിഷങ്ങൾ ഒപ്പിയെടുക്കാൻ എനിക്ക് പറ്റിയില്ലാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ നിർത്തുന്നു. ഇന്നേക്ക് വിടാം. ടാറ്റാ, ബൈ ബൈ.